ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഒരു മൈസൂർ ബോണ്ടയുടെ റെസിപ്പിയാണ്. കർണാടകയിലൊക്കെ ഏത് ഹോട്ടലിൽ ചെന്നാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മൈസൂർ ബോണ്ട കിട്ടും. നല്ല ടേസ്റ്റാണത് കഴിക്കുക. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം 1 കപ്പ് മൈദാപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 സ്പൂണോളം ഉപ്പ് മതി. ഉപ്പ് കൂടി പോകരുത്. അപ്പോൾ ഞാനൊരു 1/4 സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് സോഡാപ്പൊടി, ഒരു ഉപ്പിൻ്റെ അത്രയും തന്നെ ഒരു 1/4 സ്പൂണ് നമ്മൾ സോഡാപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ ബോണ്ട കിട്ടുക. സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി 2 സ്പൂണ് അരിപ്പൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാലേ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സ്പോഞ്ച് പോലെയുള്ള മൈസൂർ ബോണ്ട നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടെ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആ ഉപ്പും സോഡാപ്പൊടിയൊക്കെ എല്ലായിടത്തും ആകുന്ന പോലെ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഞാനിപ്പം 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഏത് കപ്പിലാണോ നമ്മൾ മൈദാപ്പൊടി എടുത്തത് അതേ കപ്പിലേക്ക് ആ തൈര് ഒഴിച്ചു. ഇതിപ്പം 3/4 കപ്പ് തൈരുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് തൈര്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 കപ്പിന് 1 കപ്പ് മതിയാകും. പക്ഷേ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ മൈദാപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ കൺസിസ്റ്റൻസി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ട ഇത് മാവ് കുറച്ച് ഡ്രൈ പോലെയുണ്ട്. അപ്പോൾ ഞാനൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിലാണ് നമ്മളുടെ ബോണ്ട സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇപ്പം ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്താൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ഒരു 5-6 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി ചേഞ്ച് ആകുന്നത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ കണ്ട മാവൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഒരു 5 മിനിറ്റ് നമ്മൾ കൈവിടാതെ ഇതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മൈസൂർ ബോണ്ട റെഡിയാക്കാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട്. ചതച്ചെടുത്ത കുറച്ച് പച്ചമുളകും ഇഞ്ചിയും 1 സ്പൂണ്, ഒരു കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ഇനി ഒരു കുറച്ച് കരിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ജീരകം. ഇത് കണ്ട ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി ഒന്നുകൂടെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഒത്തിരി നമ്മളങ്ങ് മിക്സ് ചെയ്യണമെന്നില്ല. നമ്മൾ ആ ചേർത്ത് കൊടുത്ത ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രമായിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് കവർ ചെയ്ത് ഒരു 5 തൊട്ട് 6 മണിക്കൂർ ഇത് റെസ്റ്റ് ആകാനായിട്ട് നമ്മൾ വെക്കണം. എന്നാലാണ് നന്നായിട്ട് നമുക്ക് പൊങ്ങി കിട്ടുകയുള്ളൂ. അപ്പം ഞാനിത് കവർ ചെയ്ത് ഒരു 5 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. ഇപ്പം നമ്മുടെ മാവെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ തുറന്ന് നോക്കിയപ്പം മാവെല്ലാം നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മാവിനെ നമ്മൾ കൈയിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം സിമ്മിൽ വെക്കണം. ഇപ്പം ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായോ എന്ന് ഒരിച്ചിരി മാവ് അതിലേക്ക് ഒഴിച്ച് നോക്കുമ്പോൾ അത് തന്നെ പൊങ്ങി വന്ന മാവ് ചൂടായി എന്നർത്ഥം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൽ വേറൊരു പാത്രത്തിൽ ഒരു കുറച്ച് വെള്ളം എടുത്ത് കൈ ഒന്ന് നനച്ചിട്ട് മാവ് ഇപ്പം ഞാൻ കാണിച്ചു ഇതുപോലെ സൈഡിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്നില്ല ഇതുപോലെ നമ്മൾ ബോണ്ട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാലാണ് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരെണ്ണം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്തത്. ആ എണ്ണയുടെ ചൂടൊന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ബോണ്ട എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കണം.
ആ ഷേപ്പ് കൈകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം, എന്നാലാണ് ആ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പം ആവശ്യത്തിനുള്ള എണ്ണയ്ക്ക് പാത്രത്തിലുള്ള അത്രയും ബോണ്ട ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിനെ തിരിച്ചും മറിച്ചും ഇട്ടൊക്കെ എല്ലായിടത്തും നല്ലപോലെ വേകുന്ന പോലെ എണ്ണയൊക്കെ നമുക്കിപ്പം നമ്മുടെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഇതിനെയൊന്ന് വേവിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ സിമ്മിലിട്ടാണ് ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. ചൂട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് പുറത്ത് കരിഞ്ഞു പോകും, അത് അകത്ത് വേവുകയില്ല. ഇപ്പോൾ കണ്ട ഇതുപോലെ ഒരു ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മളുടെ മൈസൂർ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടിഷ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് എണ്ണയൊക്കെ വലിക്കാനായിട്ട് ഒരു ടിഷ്യൂ ഒക്കെ വെച്ചൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മൈസൂർ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങാ ചമ്മന്തി കുറച്ച് എരിവ് കുറവായിട്ട് വെച്ച് തേങ്ങാ ചമ്മന്തിയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം.